ഹലോ ഗൈസ്, എന്നോട് എല്ലാവരും പറയുന്നുണ്ട് ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ചെയ്താൽ എന്താണ്. നമ്മളൊരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ചെയ്താലോ? നമ്മൾ അന്നൊരു ദിവസം ഒരു യമാലിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ ചെയ്തിരുന്നു. ഇതൊക്കെ ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ ഒട്ടിച്ചതാണ്. പക്ഷേ നമുക്ക് ഇനിയും ചെയ്യണം. ഇതിൽ ഒരു പിക്ചർ അടർന്നു പോയി. സോ നമുക്കത് വീണ്ടും ഒട്ടിക്കണം. എന്നിട്ട് നമുക്ക് പുതിയ ആൾ ചെയ്യാം. അതെ ഗൈസ്, ഇതാട്ടോ ഞാനിപ്പോൾ മെസ്സിയുടെയും യമാലിൻ്റെയും ഒക്കെ ഫോട്ടോ ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഒരു ബുക്കിലോട്ട് ഇത് ഒട്ടിച്ചേക്കണേ. പിന്നെ നമുക്ക് ഇതും കൂടി ഒട്ടിക്കണം ഗൈസ്. ഇതെന്താന്നല്ലേ, ഇതാട്ടോ അത്. ഇതും കൂടി നമുക്ക് ഒട്ടിക്കണം. ഇവിടെ ഒട്ടിച്ചേക്കാം. ഇപ്പം കറക്റ്റായില്ലേ? ശരിയാ, ഇപ്പം കറക്റ്റായി. നമുക്ക് ഇത് ഒട്ടിച്ചിട്ട് നമുക്ക് ഇനി ആരുടെ ചെയ്യും? നെയ്മറുടെ ചെയ്താലോ? വേണ്ട, എംബാപ്പിയുടെ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ആളെ ചെയ്യാം. അത് തന്നെ. ഇത് ഫസ്റ്റ് ഒട്ടിക്കാൻ നോക്കാം. ഓക്കെ, എങ്ങനെ വേണ്ട. ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ ഓക്കെ. നമുക്ക് ഇത് ഒട്ടിച്ചിട്ട് നമുക്ക് ബാക്കിയിലായിട്ട് കിടക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഒട്ടിച്ചു വിട്ട് നമുക്ക് അടുത്തൊരു ക്രാഫ്റ്റ് ചെയ്യാം. അതെവിടെ ചെയ്യും? ഈ പേജ് കൊള്ളാമല്ല. ഇവിടെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. ആരുടെ ചെയ്യും? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് നമുക്ക് വേറൊരു ഫോണിൽ നിന്ന് ചെക്ക് ചെയ്ത് ചെയ്യാം. സോ ഇപ്പോൾ റെഡി അല്ലേ? ഇവിടെ നമുക്ക് ചെയ്യാം ഗൈസ്. റൊണാൾഡോയുടെ ചെയ്തല്ലേ? റൊണാൾഡോയുടെ പക്ഷേ എൻ്റെ ഒരു പിക്ചറുള്ളൂ. ബാക്കി ഞാൻ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ഞാനൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇതെൻ്റെ ഒരു സ്ഥലമാണ്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ പ്ലേ റൂം പോലെയായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അന്ന് ഞാൻ വരച്ചതാണിത്. ഞാൻ അതേ പണ്ട് 3-ലായിരിക്കുമ്പോൾ വരച്ചാണ് ഗൈസ്. എനിക്ക് സത്യം പറയാം, ഇത് നോക്കിയത്. ഇത് റൊണാൾഡോടെ ഞാൻ 3-ലായിരിക്കും വരച്ചാണ്. ഇത് നെയിം റൊണാൾഡോ CR7 മൈ ബിഗ് ഫാൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കണുണ്ടോ ഗൈസ്? എനിക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ കിട്ടിയിട്ടുള്ള ഇതേ യമാലിനെ റിട്ടേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ സ്ഥലത്ത് നമ്മൾ യമാലിനെ ഒട്ടിക്കേണ്ട വരും. ഇത് മറ്റേതല്ലേ? അയ്യോ, ഇവൻ്റെ പേര് ഞാൻ പറഞ്ഞല്ല. ഇന്തോനേഷ്യ അല്ല, ഇംഗ്ലണ്ടിലുള്ള ഒരാളാണ്. മറന്നുപോയി. ഇംഗ്ലണ്ടിലുള്ള പേര് മറന്നുപോയി ഗൈസ്. പിന്നെ ഇവിടെ കുറേ ബ്രസീൽ നെയ്മർ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. ഇത്രയും പേപ്പർ നമുക്ക് കീറിയെടുക്കാം. നമുക്ക് വേറെ ക്രാഫ്റ്റിന് ആവശ്യം. ഇത് മുറിക്കാം. സ്പെയിന് വിന്നായണിത് കഴുത്തിലിട്ട് നിൽക്കണതാണ് ഗൈസ്. നിന്നേ നിൽക്കട്ടാ. സ്പെയിനല്ലേ ഇത് സ്പെയിന്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം നീക്കി. ഇവിടെ നമുക്ക് ബാക്കി സ്പെയിൻ്റെ ആർട്ട് ചെയ്യാം. വേറെ സ്പെയിൻ്റെ കുറച്ച് വന്നിട്ടുണ്ട്. സോ അടുത്ത് എന്ത് ചെയ്യും? സ്പെയിൻ്റെ ആർട്ട് ഇവനെടുക്കാം. യമാലിനെടുക്കാം. ഇവനെടുക്കാം. ഇതെടുക്കാം. ഇവനെടുക്കാം. പിന്നെ ഇവനെടുക്കാം.